ഓൺലൈൻ ഭക്ഷണ വിതരണ കമ്പനിയായ സൊമാറ്റോയിൽ ഒരു ജോലിയുടെ ഒഴിവുണ്ട്. എന്തിനാണ് ഇപ്പോൾ ഈ സൊമാറ്റോയിലെ ജോലിയെ കുറിച്ച് നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊരു സംശയം സ്വാഭാവികമായിട്ടും തോന്നും. അപ്പൊ അടുത്ത ലൈനോട് വായിച്ചാൽ മതി. സാധാരണ എന്തിനാ ജോലി എല്ലാവർക്കും? കാശിന് ശമ്പളം വേണം, മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്ന ജോലിയാണ് അല്ലേ? പക്ഷേ ഈ ജോലി ലഭിച്ചാൽ ആദ്യ വർഷം ശമ്പളമില്ല. പിന്നെ എന്ത് ജോലി എന്ന് നെറ്റി ചൊളിക്കണ്ട. ഈ ജോലി ലഭിക്കണമെങ്കിൽ ശമ്പളം ആദ്യ വർഷം ശമ്പളം ഇല്ലാതെ മാത്രമല്ല 20 ലക്ഷം രൂപ അങ്ങോട്ട് നൽകുകയും വേണം. അപ്പോൾ അത് എന്ത് ജോലിയാണല്ലേ? എന്തിനാണ് ഈ വിചിത്രമായ നിബന്ധനകൾ? ഇതൊക്കെ അറിയണ്ടേ? അതെ, നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നത് എന്ന് നിങ്ങൾ ശങ്കിക്കേണ്ട. ഈ റിപ്പോർട്ട് വിശദമായി നിങ്ങളെ ആ കാര്യങ്ങൾ മനസ്സിലാക്കി തരും. ഭക്ഷണ വിതരണ രംഗത്തെ ഭീമനാണ് സൊമാറ്റോ. രാജ്യത്തെ ഓൺലൈൻ ഭക്ഷണ വിതരണത്തിന്റെ 58% കൈയാളുന്നത് സൊമാറ്റോയാണ്. കമ്പനിയുടെ ഉടമ ദീപിന്ദർ ഗോയൽ അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഒരു ജോലി ഒഴിവാണ് ഇപ്പോൾ ചർച്ചകളിൽ നിറയുന്നത്. സൊമാറ്റോയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് എന്ന പദവിയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഗോയലിനൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കേണ്ട ജോലിയാണിത്. സൊമാറ്റോയുടെ ഭാവി പടുത്തുയർത്താനുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നണിയിലുണ്ടാകണം. കമ്പനിയുടെ ഗുരുഗ്രാമിലെ ഓഫീസിൽ നിന്നായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. എന്തും പഠിക്കാനുള്ള ത്വരയോടൊപ്പം സാമാന്യബോധം, സഹാനുഭൂതി എന്നിവയും ഉണ്ടായിരിക്കണം. ഇത്രയും കേട്ടാൽ ഏതൊരു ജോലിക്കും വേണ്ട സാധാരണ പരസ്യമായേ തോന്നുകയുള്ളൂ. എന്നാൽ ഇനിയുള്ള നിബന്ധനകൾ അസാധാരണമാണ്. ജോലിക്ക് തിരഞ്ഞെടുക്കപ്പെട്ടയാൾ 20 ലക്ഷം രൂപ സൊമാറ്റോയ്ക്ക് നൽകണം. പണം മാത്രം ലക്ഷ്യമാക്കിയല്ല, കമ്പനിയുടെ മൂല്യങ്ങളിൽ വിശ്വാസമുള്ളതിനാലാണ് ജോലിക്കായി അപേക്ഷിക്കുന്നതെന്ന് തെളിയിക്കാനാണിത് എന്നാണ് സൊമാറ്റോയുടെ വാദം. സൊമാറ്റോയുടെ കീഴിലുള്ള ഫീഡിംഗ് ഇന്ത്യ എന്ന NGOയുടെ പ്രവർത്തനങ്ങൾക്കായി ഈ തുക സംഭാവന ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇത്രയും സുപ്രധാന പദവിയിലെത്തുമ്പോൾ വലിയ തുക ശമ്പളമായി ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചാലോ? ആദ്യ വർഷം ചില്ലിക്കാശ് ശമ്പളമായി ലഭിക്കില്ല. എന്നാൽ 2ാം വർഷം മുതൽ 50 ലക്ഷത്തിലേറെ രൂപ വാർഷിക ശമ്പളമായി കീശയിൽ വീഴും. ആദ്യ വർഷത്തെ ശമ്പളം നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചാരിറ്റി സംഘടനയ്ക്ക് സംഭാവന ചെയ്യും. താല്പര്യമുള്ളവർക്ക് ഒരു കൈ നോക്കാം. റിസർച്ച് ഡെസ്ക് 24. 20 ലക്ഷമൊന്നും തൽക്കാലം എൻ്റെ പ്രേക്ഷകർക്ക് ഇനി ആർക്കൊക്കെ താല്പര്യമുണ്ട് ഇതിന് 20 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കുക. അടുത്ത വർഷം തൊട്ട് ശമ്പളം ഇങ്ങനെ കയ്യിലോട്ട് കിട്ടും. ആദ്യ വർഷം മാത്രമേ ഇല്ലാത്തുള്ളൂ, പിന്നീട് ഇങ്ങോട്ട് അല്ലേ? ഞാൻ ട്രൈ ചെയ്യുന്നില്ല, എനിക്ക് 20 ലക്ഷം ഇല്ലല്ലോ. അതെ, അപ്പൊ എന്താണ് അത്തരം നിബന്ധനകൾ എന്തുകൊണ്ട് വെച്ചു എന്നൊക്കെ റിപ്പോർട്ടിലൂടെ പ്രേക്ഷകർക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇതിന് ഏറ്റവും രസകരമായ ഒരു വസ്തുത, ഈ പരസ്യം വന്ന് ഒരു ദിവസത്തിൽ വന്ന അപേക്ഷകളുടെ എണ്ണം എത്രയെന്നറിയോ? 10,000-ലധികം അപേക്ഷകൾ വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ റിയാലിറ്റി.